എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഫ്രണ്ടിനൊക്കെ നമുക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേറെ നൈറ്റി പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കിത് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മീതെ ഇട്ടിട്ട് ഇതേ അളവിൽ, പക്ഷേ കുറച്ചുകൂടി നമ്മൾ ലെങ്തും എടുത്തൊക്കെ കൂട്ടിയെടുക്കണം കേട്ടോ. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടാനുള്ളതായതുകൊണ്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കരുത്. കുറച്ചുകൂടെ എല്ലാ സൈഡിലും കുറച്ചുകൂടെ തയ്യൽ തുമ്പ് ഇട്ട് കട്ട് ചെയ്യണം. നെക്ക് കട്ട് ചെയ്യേണ്ട, അങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അവസരം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ലെന്ത് വീതിയൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ ചീത്ത വശവും തമ്മിൽ വേണം. കാരണം നമുക്ക് ചീത്ത വശത്താകുമ്പോൾ ഇതിൻ്റെ നല്ല വശം വരണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ചീത്ത വശം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ വച്ചിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് മറിച്ചിടാം. അപ്പം ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം ഇതിൻ്റെ ചീത്ത വശം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടപ്പോൾ എന്താവും? ഇല്ല, സോറി, ഞാൻ തെറ്റിപ്പോയി. ഇതിൻ്റെ നല്ല വശവും കൂടിയാണ് ചേർത്ത് വെക്കേണ്ടത് കേട്ടോ. എങ്കിൽ നമ്മൾ മറിച്ചിടപ്പോൾ ഇതിൻ്റെ അകവശത്ത് ഇതിൻ്റെ നല്ല വശം വരത്തുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ട്, സോറി. അപ്പോൾ ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതിലൂടെ ചേർത്തിനെ സ്റ്റിച്ച് ചെയ്യണം. ഇതിൽ കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. 4 ഒരു പോയിൻ്റ് കൂടുതലും കുഴപ്പമില്ല. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നെക്കൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ഈ 4 നമ്മൾ വിട്ടിട്ടില്ലേ, അതല്ല, ഇതിൽ കൂടെ കട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഈ വരയ്ക്കുന്നില്ലേ അതിൽ കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ വരയ്ക്കുന്നതോടെ ഇവിടെ ഈ തയ്യൽ തുമ്പ് ചേർത്ത് കട്ട് ചെയ്യരുത്. തയ്യൽ തുമ്പ് ഈ സ്റ്റിച്ചിൽ ചേർത്ത് കട്ട് ചെയ്ത് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടേക്കില്ല, അത് അങ്ങനെ തന്നെ ഇട്ടേക്കണം. ബാക്കി വേണം കട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. ഈ തയ്യൽ തുമ്പ് നിർത്തിക്കൊണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്യണം കണ്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യാൻ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തുണി നമ്മൾ ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്, കൂടുതൽ തുണി എടുക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടൊക്കെ വരുമ്പോൾ തുണി തികയത്തില്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ തുണി വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ചിൽ കൊള്ളാതെ ഒന്ന് മറിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഈ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫുൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ടേക്ക് മറിച്ചിടണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ നല്ലൊരു മറിച്ചിട്ട് പതിച്ചടിക്കണം, എങ്കിലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യണം. ഞാൻ എല്ലാ സൈഡും കട്ട് ചെയ്തിട്ടില്ല കഴുത്തിൻ്റെ അവിടെ, അതുകൊണ്ടാണ് ഇത് മറിഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിന് ശേഷം നല്ലൊരു മറിച്ചിട്ടതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ഈ ലൈനിങ് പീസ് വെളിയിൽ കാണാത്ത തരത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മുകളിൽ കൂടി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം. അപ്പം അകവശം ഇങ്ങനെ ഇരിക്കും കണ്ടോ. അപ്പം ഇതാണ്, ഇങ്ങനെ നമ്മൾ വെച്ചാൽ ഈ പീസിന് നല്ല വശം നമുക്ക് അകത്ത് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ വശമായിരിക്കും അകത്ത് വരുന്നത്. അതുകൊണ്ടാണ് നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് കണ്ടോ. ഇനി നമുക്കിത് ഫുള്ളൊന്ന് പതിച്ചടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ, മറച്ചിട്ടതിന് ശേഷം മുകൾ ഭാഗം പതിച്ചടിച്ചു, നെക്കിൻ്റെ മുകൾ ഭാഗം പതിച്ചടിച്ചു. എന്നിട്ട് ഈ സൈഡുകൾ തമ്മിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന ഈ ലൈനിങ് പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ അകവശം ഇങ്ങനെ നീട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും കണ്ടോ. അപ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ യോക്ക് ഭാഗത്ത് ഇങ്ങനെ ലൈനിങ് വയ്ക്കുന്നത്. വച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് യോക്ക് ഭാഗത്ത് ഇത് ലൈനിങ് വെച്ചത്. ഞാൻ സ്വന്തമായിട്ടാണെങ്കിൽ ലൈനിങ് വയ്ക്കത്തില്ല, പെട്ടെന്ന് തയ്ച്ചങ്ങ് എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കുമ്പം ലൈനിങ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കണ്ടോ. ഞാൻ കറക്റ്റ് അതിൻ്റെ അതേ അളവിൽ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് അകവശം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ കാര്യം ഇതേപോലെയായി. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് ചെയ്യേണ്ടത്. ബാക്ക് നെക്ക് നമുക്ക് എടുക്കാം. ബാക്ക് നെക്ക് നമുക്ക് ഇത് പിന്നെ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ലൈനിങ് വെക്കേണ്ട, ക്രോസ് പീസ് വെച്ച് ബാക്ക് പീസിൽ നിങ്ങൾക്ക് ലൈനിങ് വയ്ക്കണമെങ്കിൽ വയ്ക്കാം,
ഇപ്പം പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ ക്രോസ് പീസ് വെച്ച് മറിച്ചിടുന്നേ ഉള്ളൂ. ഫ്രണ്ടിൽ മാത്രമേ ലൈനിങ് വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് ഉണ്ട്. ആ ക്രോസ് പീസുകൾ എടുത്തിട്ട് ജോയിൻ ചെയ്യണം. ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലത്തെ ക്രോസ് പീസുകൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത്, നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ക്രോസ് പീസ് വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ആ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കണം. മടക്കിയിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് മാത്രമേ ഇതിൻ്റെ ഫിനിഷിങ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ നെക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അതായത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. എന്താ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ, സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പീസില്ലേ നമ്മുടെ ഈ പീസ് തയ്യൽ തുമ്പ് ഈ നമ്മുടെ ക്രോസ് പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രണ്ട് യോക്കിൻ്റെ നല്ല വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കണം. അതാ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഈ ക്രോസ് പീസിന് ഇങ്ങോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് പീസ് ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടേക്കുന്നത്, 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്, 1/4 ഇഞ്ചാണെങ്കിൽ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പീസിനെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കണം നല്ല വശത്തു കൂടി. അതിന് ശേഷം ചീത്ത വശം ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മൾ ആക്കി വെച്ചിട്ടല്ലേ പതിച്ചടിക്കുന്നത്. എന്നിട്ട് ഇവിടെയും കൂടി അകവശത്ത് കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. അപ്പോൾ ഇത് പൊന്തി വരത്തില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തതിന് ശേഷം കാണിക്കാം. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ വരും. അത് കഴിഞ്ഞ് നെക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് ഇതാ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. പിന്നെ ഇവിടുത്തെ തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലോട്ട് ചരിച്ച് വെച്ചിട്ട് ഇവിടെയും ഒരു സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് യോക്ക് ഭാഗത്തിലെല്ലാം തീർന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്കേർട്ട് ഭാഗമാണ്. സ്കേർട്ട് ഭാഗം ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് പിന്നെ നമ്മളിങ്ങനെ വച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ ലെവലിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ ഒരളവ്. ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ വരപ്പോൾ ഇത് രണ്ടും വ്യത്യാസം കാണും. ഇങ്ങനെ പിടിച്ച് വെച്ച് നോക്കണം. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് രണ്ടും ഒരേ ലെവലാക്കി മാറ്റണം കേട്ടോ. ചിലപ്പോൾ ഇവിടെ നീളം കൂടുകയോ ഇവിടെ സൈഡിൽ കുറച്ച് വരികയൊക്കെ ചെയ്താൽ അതിനെ വെട്ടി കറക്റ്റ് ആക്കണം. ഇനി നമുക്ക് ഒരു സ്കേർട്ട് ഭാഗം എടുക്കാം. 2 എണ്ണം ഉണ്ടല്ലോ, ഒന്നെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ ഞാനായിട്ട് കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ ആം ഹോളിൻ്റെ ചരിച്ച് വെട്ടിയ ഭാഗം. അപ്പം ഈ ചരിഞ്ഞ ഭാഗമില്ലേ, ഈ ചരിഞ്ഞ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഒരു മറ്റേ ഷേപ്പ് ഒരു പീസ് തുണിയെടുത്ത് കട്ട് ചെയ്തില്ല, അത് ചരിഞ്ഞ ഭാഗം ഇങ്ങോട്ട് തന്നെ ഇട്ടേക്കണം. എന്നിട്ട് അവിടെ നമ്മളിന്ന് ചരിച്ച് കട്ട് ചെയ്ത് തുടങ്ങിയില്ലേ അവിടെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ചരിഞ്ഞ ഭാഗം. ഇവിടെ ഈ ചെറിയ കോൺ പോലെ ഇരിക്കുന്നു, അത് ഇവിടെ വരണം. അതുപോലെ ഈ ഭാഗവും ഇതിൻ്റെ ഈ ചരിഞ്ഞ ഈ കോൺ പോലെ ഇരിക്കുന്ന ഭാഗം ഇവിടെ വരണം. കാരണം ബാക്കി നമുക്ക് ഈ ചരിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ വരപ്പോൾ ഈ ചരിഞ്ഞ ഭാഗം എന്ന് പറയുന്നത് സ്ലീവിൽ ജോയിൻ ചെയ്യാനാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ അറ്റത്ത് വെച്ച് ചെയ്യരുത് കേട്ടോ. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മൊത്തത്തിൽ കുളമായി പോവും. അതുകൊണ്ട് ഈ കോൺ ഫോർ ഇരിക്കും, നമ്മൾ ഇവിടുന്ന് ചരിച്ച് വെട്ടിയ ഭാഗം ഇങ്ങനെ ഇട്ടിട്ട് ഇത് വേണം ഇവിടെ ചേർന്നിരിക്കാം, മറുവശം അതുപോലെ. അപ്പോൾ അതിന് നമുക്ക് പ്ലീറ്റ്സ് ഇടണം. ഈ സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് ഇടണം. അതിനൊരു കാര്യം ചെയ്യണം, നമ്മൾ ഈ കോൺ പോലെ ഇരിക്കുന്നില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്യണം. 3 ഇഞ്ചിന് ശേഷം വേണം പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് കോൺ പോലെ ഇരിക്കുന്ന അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇവിടെ മാർക്ക്, ഇതിന് ശേഷം ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് എടുക്കണം. അതുപോലെ തന്നെ ഈ സൈഡിലെ ഇങ്ങറ്റവും ഇവിടെ നിന്നും 3 ഇഞ്ച് ഇവിടേക്ക് മാർക്ക് ചെയ്യണം. തിരിച്ച് ഇതുവരെ പ്ലീറ്റ്സ് ഇടാവുള്ളൂ കേട്ടോ. ഈ നമ്മൾ മാർക്ക് ചെയ്ത ഇവിടെ നിന്നും ഇതുവരെ പ്ലീറ്റ്സ് ഇടാവും. എന്നിട്ട് നമ്മളിത് യോക്ക് ഭാഗവുമായിട്ട് വച്ച് നോക്കണം. വച്ച് നോക്കിയിട്ട് അപ്പം ഞാൻ ഇത് പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. എന്താ പ്ലീറ്റ്സ് ഇട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് ഭാഗം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. നമ്മൾ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇതിൻ്റെ നല്ല വശം കൂടെ ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് വരുമ്പോൾ ഈ കോൺ ഫോളിലിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ ഈ പീസ് ഇത്തിരി പറഞ്ഞ ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി വെച്ച് പക്ഷേ നിങ്ങളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് കിടക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം, ഈ നമ്മൾ 2 പ്ലേറ്റ്സ് ഇവിടെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് വെച്ച് നോക്കണം. അല്ല ഇത് കുറവായിട്ടാണ് കിടക്കണമെങ്കിൽ, ഇപ്പോൾ ഇതിങ്ങനെ കുറവാണ് ഇവിടെ ഉള്ളൂ എങ്കിൽ നമ്മൾ വീണ്ടും 2 പ്ലേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ ഈ സൈഡ് നമ്മൾ വെച്ച് നോക്കണം. ഈ കോൺ പോകുന്ന ഭാഗം വരരുത്, അതിന് മുമ്പ് വരെ നമുക്ക് ഇങ്ങനെ വരണം. അപ്പോൾ ഇങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കിയിട്ട് യോക്ക് ഭാഗം കൂടുതൽ നിൽക്കുന്നതെങ്കിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. യോക്ക് ഭാഗം കുറവാണെങ്കിൽ നമ്മൾ ഇട്ട പ്ലേറ്റ്സ് 1-2 ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. തിരിച്ച് ഇവിടുന്ന് വന്ന് കെട്ടിട്ട് നിർത്തണം. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ രണ്ടും ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മൾ നൈറ്റൂടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൈ രണ്ടും മടക്കി വെച്ചേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ചുരുങ്ങിയിരിക്കും, അയൺ ചെയ്യാത്തത് കൊണ്ട് ചുരുങ്ങി കിടക്കും. നമ്മൾ പ്ലീറ്റ്സൊക്കെ വെച്ചത് കൊണ്ടേ, അതുകൊണ്ട് 2 സൈഡിലും കൈ മടക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. ഇത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും നേരിട്ടാണ് നല്ല ഭംഗിയാണ്. നമ്മൾ ഇതിട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ ലേസ് കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലെയിനായിട്ട് വയ്ക്കാതെ ഒരു എംബ്രോയ്ഡറി ആയിട്ട് ആ യോക്കിൻ്റെ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നൈറ്റികൾ വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ, നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇതേപോലെ നൈറ്റികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.